ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവൽ 17ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഞായറാഴ്ചയും സിനിമ ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുമെന്ന് ഉറപ്പിക്കുകയാണ്. കാരണം ശനിയാഴ്ച അതിഗംഭീരവും അതിശക്തവുമായിട്ടുള്ള ഒരു രീതിയിലാണ് സിനിമയുടെ പോക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്ര മികച്ച പ്രകടനമാണ് സിനിമ ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത്. 499 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 17,666 ആളുകൾ അല്ലെങ്കിൽ ടിക്കറ്റുകൾ വിറ്റുപോയെന്ന് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. 19% സിനിമയുടെ തിയേറ്റർ ഓക്യുപ്പൻസിയായി വന്നത്. കളക്ഷൻ വന്നത് 28,83,000 രൂപയോളം, അതായത് 29 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞു ഈ ഒരു ശനിയാഴ്ച. കഴിഞ്ഞ ദിവസങ്ങൾ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു മാർജിൻ ഡിഫറൻസാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച സിനിമയ്ക്ക് അതിനും മുകളിലുള്ള കളക്ഷൻ വരുമെന്നുള്ളത് ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ശനിയാഴ്ച മാത്രമേ ഈ സിനിമ 42 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. ഞായറാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നത് സിനിമ 50 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 30 കോടി രൂപ സിനിമ ട്രാക്കിങ്ങിലൂടെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നു. 35 കോടി ഗ്രോസ് നേടിയ കേരള ബോക്സ് ഓഫീസിൽ നിന്നും അതിനും മുകളിലേക്ക് സിനിമ കുതിക്കുകയാണ്. 81 കോടിയോളമാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനായി വന്നിരിക്കുന്നത്. ഇന്നത്തോടെ സിനിമ 81.5-82 കോടിയിലേക്ക് എത്തുമെന്നുള്ളതും പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ GCC മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. വലിയ രീതിയിലുള്ള തിയേറ്റർ കൗണ്ടാണ് അവിടെ കാണാൻ കഴിയുന്നത്. എന്താണേലും ഈ ഒരു ക്രിസ്മസ് വിന്നർ അത് ഇനിയും സിനിമകൾ ഇറങ്ങാനുണ്ടെങ്കിൽ പോലും ഏറെക്കുറെ ഉറപ്പാവുകയാണ്. കളങ്കാവൽ തന്നെയായിരിക്കും നമ്പർ 1 എന്നുള്ളത്. ഒരു ലോങ് റണ്ണിന് തന്നെ സിനിമയ്ക്ക് ചുവട് വെക്കുന്നു. മമ്മൂട്ടി കമ്പനിയുടെ ഒരു മാറ്റം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. സിനിമ ജനുവരി 20 വരെയെങ്കിലും തിയേറ്ററിൽ ഹോൾഡ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ ജനുവരി 26-നായിരിക്കാം സിനിമ തിയേറ്ററുകളിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റുകൾ. അങ്ങനെ പോവുകയാണെങ്കിൽ സിനിമ തീർച്ചയായും 90 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളത് ഇവിടെ ഉറപ്പാവുകയും ചെയ്യുകയാണ്. ഇന്ന് ക്രിറ്റിക്സ് അടക്കമുള്ള എല്ലാവരും ഈ സിനിമയെ വാഴ്ത്തുക തന്നെയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ആ ഒരു ചേഞ്ച്, അതായത് നായകനിൽ നിന്ന് വില്ലനാകാനുള്ള ധൈര്യം, അത് ഓൾ ഇന്ത്യ ഒരു പാൻ ഇന്ത്യൻ താരമായി മമ്മൂട്ടിയെ മാറ്റുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. വേറെ ഒന്നുമല്ല, ചർച്ചകളിൽ ഹിന്ദി അടക്കമുള്ള മേഖലകളിൽ അതിഗംഭീരമായിട്ടുള്ള ചർച്ചയാണ് മമ്മൂട്ടിയെ കുറിച്ചുള്ളത്. മമ്മൂട്ടിക്ക് വേണ്ടി അവിടെ പിടിവരി മുറുകുന്നു ഒരു വില്ലൻ വേഷം ഹിന്ദിയിൽ ചെയ്യിക്കാൻ. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം, സബ്സ്ക്രൈബ് ചെയ്ത് തരാം ഗ്രേറ്റ് മീഡിയാസ്. അപ്പോൾ എല്ലാവർക്കും